നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? സോളാർ എക്ലിപ്സും അതേപോലെ തന്നെ ലൂണാർ എക്ലിപ്സിനെ കുറിച്ചും പറഞ്ഞു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ചെറിയൊരു കാര്യം കൂടി നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുള്ളൂ. ഈ എക്ലിപ്സ്, സോളാർ എക്ലിപ്സോ അല്ലെങ്കിൽ ലൂണാർ എക്ലിപ്സോ നമ്മൾ നേരിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, കണ്ണുകൊണ്ട് നോക്കാൻ പാടില്ല. നേരിട്ട് സൂര്യനിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയെ അതൊക്കെ ബാധിക്കാറുണ്ട്. കാഴ്ചയൊക്കെ മങ്ങിപ്പോവാൻ സാധ്യതയുള്ള വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ എക്ലിപ്സിനെ നോക്കുമ്പോൾ ഒരിക്കലും നേത്രപാളികൾ നേരിട്ട് നമ്മൾ എന്ത് ചെയ്യും, നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കാൻ പാടില്ല. ഒന്നും വെക്കാതെ നമ്മൾ നോക്കാൻ പാടില്ല. അപ്പോൾ ആ കുട്ടി ചെയ്യുന്ന കണ്ടങ്ങൾ ചിത്രത്തിൽ എന്താ ചെയ്യണേ, നിഴൽ നോക്കുകയാണ്. പേപ്പറിലേക്ക് ആ എക്ലിപ്സിൻ്റെ നിഴൽ വരുത്തിയിട്ട് ആ നിഴൽ നോക്കുകയാണ്. ഇപ്പോഴത്തൊരു ബൈനാക്കുലർ റെഡിയാക്കുന്നുണ്ട്. ബൈനാക്കുലർ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, എക്ലിപ്സിനെ നോക്കാൻ പാടില്ല. ഇപ്പോഴത്തെ ഇവിടെ ഏറ്റവും അവസാനം കണ്ടങ്ങൾ ടെലിസ്കോപ്പ് ഉണ്ട്. ടെലിസ്കോപ്പ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, എക്ലിപ്സിനെ നോക്കാൻ പാടില്ല. ഓക്കെ. ഇപ്പോൾ സോളാർ എക്ലിപ്സോ അല്ലെങ്കിൽ ലൂണാർ എക്ലിപ്സോ നമ്മൾ നോക്കുന്ന സമയത്ത്, ലൂണാർ എക്ലിപ്സ് അല്ല, സോളാർ എക്ലിപ്സ് മെയിനായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് എക്സർ ഉപയോഗിച്ച് നോക്കുക എന്നൊക്കെ നിങ്ങളോട് പറയാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. എക്സർ ഉപയോഗിച്ച് നോക്കുക, അല്ലെങ്കിൽ അതിനായിട്ട് പ്രത്യേകമായ ഗ്ലാസ് ഉണ്ട്, പ്രത്യേക കണ്ണാടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ കണ്ണാടി ഉപയോഗിച്ചിട്ടൊക്കെ നോക്കണം എന്ന് പറയാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നേരിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയെ അത് ബാധിക്കും. ഏത് എക്ലിപ്സാണ്? സോളാർ എക്ലിപ്സ് കേട്ടോ. ലൂണാർ എക്ലിപ്സ് കുഴപ്പമില്ല. സോളാർ എക്ലിപ്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ നേരിട്ട് സണ്ണിനെ ഒബ്സർവ് ചെയ്യാൻ പാടില്ല. ഇവിടെ എഴുതിയൊന്ന് വായിച്ചു നോക്കല്ലേ. എന്തോ ഒരു പറഞ്ഞിട്ട്, ദ ഷാഡോ ഓഫ് എർത്ത് ഫാളിംഗ് ഓൺ ദ ഫുൾ മൂൺ ഡ്യൂറിങ് ലൂണാർ എക്ലിപ്സ് പ്രസൻറ്റ് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. നമ്മളെ എർത്തിൻ്റെ ഷാഡോ മൂണിൽ പതിക്കുമ്പോഴാണ് ലൂണാർ എക്ലിപ്സ് ഉണ്ടാവുക അല്ലേ. അത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരിക്കും. ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള. ട്രൈ ടു സീ ദ സെൽഷ്യസ് സൈറ്റ് ഓഫ് ദ മൂൺ ഹൈഡിങ് ഇൻ ദ ഷാഡോ ഓഫ് എർത്ത്. അപ്പോൾ ഈ അങ്ങനെ അത് നോക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കാനാണ് പറയുന്നത്. ഓക്കെ. സീ ദാറ്റ് യു ഒബ്സർവ് ദ സോളാർ എക്ലിപ്സ് ഓൺലി വിത്ത്. അപ്പോൾ ലൂണാർ എക്ലിപ്സ് നമ്മൾ ശരിക്കും നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ സോളാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ ഏതാ? മൂണിൻ്റെ നിഴൽ എർത്തിൽ പതിക്കുന്ന ഷാഡോ, എർത്തിൽ പതിക്കുന്ന സംഭവം കേട്ടോ. സി ദാറ്റ് യു ഒബ്സർവ് ദ സോളാർ എക്ലിപ്സ് ഓൺലി വിത്ത് എഫക്റ്റീവ് സേഫ്റ്റി പ്രിക്കോഷൻസ്. ഇറ്റ് ഷുഡ് ബി വ്യൂഡ് ഓൺലി ബൈ യൂസിങ് സോളാർ ഫിൽറ്റേഴ്സ് ഓർ യൂസിങ് ദ റിഫ്ലക്ഷൻ ഓർ ട്രാൻസ്മിഷൻ മെത്തേഡ്. അപ്പോൾ നമുക്ക് സോളാർ എക്ലിപ്സ് കാണാനുള്ള മെത്തേഡാണ് ഓൺലി ബൈ യൂസിങ് സോളാർ ഫിൽറ്റേഴ്സ്. സോളാർ ഫിൽറ്റേഴ്സുകൾ യൂസ് ചെയ്തുകൊണ്ട്, എക്സ്ട്രാ പോലുള്ള സോളാർ ഫിൽറ്റേഴ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് പറ്റും. അതായത് യൂസിങ് ദ റിഫ്ലക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറുണ്ട്, എന്താ പറയുക, പാത്രത്തിൽ വെള്ളം എടുത്ത് വെക്കും, തെളിഞ്ഞ വെള്ളം വെക്കുക. എന്നിട്ട് ആ വെള്ളത്തിലേക്ക് ഈ എക്ലിപ്സിൻ്റെ പിക്ചർ വെള്ളത്തിൽ കണ്ടിട്ട് ആ വെള്ളത്തിലേക്ക് നമ്മൾ നോക്കിയിട്ട് അത് കാണാം. അങ്ങനെ പറ്റും. ട്രാൻസ്മിഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കണ്ണാടി ഉപയോഗിച്ചിട്ടോ എക്സ്റേ ഉപയോഗിച്ചിട്ടോ നോക്കുക. അതിനെയാണ് ട്രാൻസ്മിഷൻ മെത്തേഡ് എന്ന് ഉപയോഗിക്കുക. വിങ് എ സോളാർ എക്ലിപ്സ് വിത്തൗട്ട് സേഫ്റ്റി പ്രിക്കോഷൻസ് ക്യാൻ ഡാമേജ് ദ ഐസ്. ഇങ്ങനെ അല്ലാണ്ട് നമ്മൾ നേരിട്ട് സോളാർ എക്ലിപ്സ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിനൊക്കെ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. ഡു നോട്ട് ലുക്ക് അറ്റ് ദ സൺ യൂസിങ് ടെലിസ്കോപ്പ് ഓർ ബൈനാക്കുലേഴ്സ്. ബൈനാക്കുലറോ അല്ലെങ്കിൽ ടെലിസ്കോപ്പോ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സോളാർ എക്ലിപ്സ് നോക്കാനോ സൂര്യനെ നേരിട്ട് നോക്കാനോ പാടില്ല. മേക്ക് ഷുവർ ടു വ്യൂ ദ സോളാർ എക്ലിപ്സ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് എൽഡേഴ്സ്. നിങ്ങൾ സൂര്യഗ്രഹണം കാണുന്ന സമയത്ത്, സോളാർ എക്ലിപ്സ് കാണുന്ന സമയത്ത് മുതിർന്നവരുടെ നിർദ്ദേശത്തോടു കൂടി വേണം അത് ഒബ്സർവ് ചെയ്യാൻ. ഓക്കെ. അത് സേഫ്റ്റി മെഷേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ സേഫായിട്ട് എങ്ങനെയാണ് സോളാർ എക്ലിപ്സിനെ നോക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. എന്തൊക്കെയാണ് പറഞ്ഞത്? നിങ്ങൾ ഏതാ ഡേഞ്ചർ ആയിട്ടുള്ള എക്ലിപ്സ് ഏതാ? സോളാർ ആണോ ലൂണാർ ആണോ? സോളാർ എക്ലിപ്സ് ഈസ് മോർ ഡേഞ്ചർ. അത് നോട്ടിൽ എഴുതണം കേട്ടോ. സോളാർ എക്ലിപ്സ് മോർ ഡേഞ്ചർ. സോ വി നോട്ട് വ്യൂയിങ് സോളാർ എക്ലിപ്സ് ബൈ നാക്കഡ് ഐ. നാക്കഡ് ഐ എന്ന് പറഞ്ഞാൽ കണ്ണാടിയോ ഒന്നും ഉപയോഗിക്കാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സോളാർ എക്ലിപ്സ് നോക്കാൻ പാടില്ല.
നോക്കാൻ പാടില്ല അല്ലേ. അപ്പോൾ ഡു നോട്ട് സീ വ്യൂയിങ് ഇങ്ങനെ എഴുതിയാൽ മതി. ഡു നോട്ട് വ്യൂയിങ് സോളാർ എക്ലിപ്സ് ബൈ നെക്കഡ് ഐ. അത് നോട്ടിൽ എഴുതണം കേട്ടോ ഈ പറഞ്ഞത്. ഇറ്റ് വ്യൂഡ് ഓൺലി ബൈ യൂസിങ് സോളാർ ഫിൽറ്റേഴ്സ് ഓർ യൂസിങ് ദ റിഫ്ലക്ഷൻ ഓർ ട്രാൻസ്മിഷൻ മെത്തേഡ്. അതും നോട്ടിൽ എഴുതണേ. ഈ 2 പോയിൻ്റ് മാത്രം ഇന്ന് നോട്ടിൽ എഴുതിയാൽ മതി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ലെറ്റസ് അസസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമ്മൾ വായിച്ചു നോക്കല്ലേ. ഗ്രേസി ആൻഡ് മുജീബ് ആർ ട്രൈങ് ടു ഒബ്സർവ് ദ ഫ്ലെയിം ഓഫ് എ ബേണിംഗ് ക്യാൻഡിൽ ത്രൂ പൈപ്സ്. ഹു വിൽ ബി ആബിൾ ടു വ്യൂ ദ ഫ്ലെയിം? ഇവിടെ നോക്കി നിങ്ങൾ, ഗ്രേസിയും മുജീബും ആ മെഴുകുതിരീൻ്റെ വെളിച്ചം നോക്കുകയാണ്. മുജീബിൻ്റെ പൈപ്പ് നേരെ നിൽക്കുന്ന പൈപ്പാണ്. ഗ്രേസിയുടെ പൈപ്പ് എങ്ങനെയുള്ളതാ? വളഞ്ഞ പൈപ്പാണ്. ഗ്രേസിക്ക് കാണാൻ പറ്റുമോ വെളിച്ചം? ഇല്ല. കാരണം എന്താ? ലൈറ്റ് ഈസ് പാസിങ് ഇൻ സ്ട്രൈറ്റ് ലൈൻ എന്നാണ്. പ്രകാശം നേരെ മാത്രമേ സഞ്ചരിക്കുള്ളൂ, സ്ട്രൈറ്റ് ലൈനിൽ മാത്രമേ സഞ്ചരിക്കുള്ളൂ. അതുകൊണ്ട് നേരെയുള്ള പൈപ്പ് കൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ലൈറ്റിനെ കാണാൻ പറ്റുള്ളൂ. എഴുതണം കേട്ടോ. ഗ്രേസി ഡു നോട്ട് ആബിൾ ടു സീ എന്ന് എഴുതാം, അല്ലെങ്കിൽ നോട്ട് ആബിൾ ടു വി എന്ന് എഴുതാം. ബിക്കോസ് ലൈറ്റ് ഈസ് പാസിങ് ഇൻ സ്ട്രൈറ്റ് ലൈൻ. അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ. രണ്ടാമത്തെ, ക്ലാസിഫൈ ദ ഫോളോയിങ് ഒബ്ജക്റ്റ് ഇൻ ടു ദോസ് ദാറ്റ് കാസ്റ്റ് ഷാഡോ വിച്ച് ഡു നോട്ട് എക്സ്പ്ലെയിൻ വൈ. താഴെ പറയുന്ന സാധനങ്ങൾക്ക് നിഴലുള്ളതും ഷാഡോ ഉള്ളതും ഷാഡോ ഇല്ലാത്തതും ഏതൊക്കെയാണെന്നുള്ളത്. ഗ്ലാസ് പേപ്പർ ഷാഡോ ഉണ്ടാവുമോ? ഇല്ല അല്ലേ, കാരണം അത് ട്രാൻസ്പെറൻ്റ് ആണ്, അപ്പോൾ ഷാഡോ ഉണ്ടാവില്ല. കാർഡ്ബോർഡ് ഷാഡോ ഉണ്ടാവും. വുഡൻ പ്ലാങ്ക് മരക്കഷ്ണം, മരത്തിൻ്റെ പലക, ഷാഡോ ഉണ്ടാവുമോ? ഉണ്ടാവും. ഗ്ലാസ് ഷീറ്റ് ഗ്ലാസ് ആകുമ്പോൾ പിന്നെ ഉണ്ടാവില്ല. ടൈല് ഷാഡോ ഉണ്ടാവും. എയർ ഷാഡോ ഉണ്ടാവും, എയറിന് ഇല്ല. അപ്പോൾ അത് 2 കോളം വരച്ചിട്ട് ചെയ്താൽ കേട്ടോ. വാട്ട് വിൽ ബി ദ പൊസിഷൻ ഓഫ് എർത്ത്, സണ്ണ് ആൻഡ് ദ മൂൺ ഡ്യൂറിങ് സോളാർ ആൻഡ് ലൂണാർ എക്ലിപ്സ്? ഡ്രോ എ ഡയഗ്രാം. അപ്പോൾ സോളാർ എക്ലിപ്സിൻ്റെയും ലൂണാർ എക്ലിപ്സിൻ്റെയും പിക്ചർ എന്ത് ചെയ്യാം? നമ്മൾ നാളെ വരച്ചതാണ്, അത് ഇവിടെ വരയ്ക്കാം കേട്ടോ. This is the opinion that solar and lunar eclipse occur because of Earth and the moon are opaque. Do you agree with this? Explain. ആലോചിച്ച് നോക്കി നിങ്ങൾ. ദീപു പറയാണ് സോളാർ എക്ലിപ്സും ലൂണാർ എക്ലിപ്സും ഉണ്ടാവുന്നത് അത് രണ്ടും ഒപ്പാക്ക് ആയതുകൊണ്ടാണ്. ശരിയല്ലേ? ഒപ്പാക്ക് ഒബ്ജക്റ്റിന് മാത്രമേ ഷാഡോ ഉണ്ടാവുള്ളൂ. ഷാഡോ ഉണ്ടായാലല്ലേ സോളാർ എക്ലിപ്സും ലൂണാർ എക്ലിപ്സും ഉണ്ടാവുള്ളൂ അല്ലേ? നിങ്ങൾ എഴുതാം യെസ്, ശരിയാണ്, യെസ്. ബിക്കോസ് ഒപ്പാക്ക് ഒബ്ജക്റ്റ് ഓൺലി ഹാവിങ് ഷാഡോ. ഷാഡോ ഓൺലി ഫോർ ഒപ്പാക്ക് ഒബ്ജക്റ്റ്. ഷാഡോ ഓൺലി ഫോർ ഒപ്പാക്ക് ഒബ്ജക്റ്റ് കേട്ടോ. അപ്പോൾ അത് എഴുതാം. വ്യൂയിങ് an eclipse is dangerous. This is the title of news item in a newspaper regarding an eclipse. Which eclipse is this news related to? ഏത് എക്ലിപ്സാണ് ഡേഞ്ചറസ്? സോളാർ ആണോ ലൂണാർ ആണോ? സോളാർ അല്ലേ? സോളാർ. ക്യാൻ യു സജസ്റ്റ് എ വേ ടു വ്യൂ ദ എക്ലിപ്സ് സേഫ്ലി? എങ്ങനെയാണ് എക്ലിപ്സിന് സേഫ് ആയിക്കൊണ്ട് ഒബ്സേർവ് ചെയ്യാൻ പറ്റുക? ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതും കൂടി നോട്ടിൽ എഴുതുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത്രയും ആണ് ഇന്ന് ചെയ്യാനുള്ള വർക്ക്. ഓക്കെ, താങ്ക് യു.